നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 1, 2024 ഡിസംബർ മാസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങളും സൗഭാഗ്യവുമാണ് വന്നു ചേരാൻ പോകുന്നത്. കടം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വൻ നേട്ടമാണ് വരാനിരിക്കുന്നത്. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരാളെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനത്തിൽ വരാനിരിക്കുന്നത് അതീവ ഭാഗ്യമാണ്. ഇനി വരാനിരിക്കുന്നത് രാജയോഗ ഫലമാണെന്ന് തന്നെ പറയാം. ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒത്തിരി ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം എന്ന നിലയിൽ ഡിസംബർ 1 മുതൽ ഇവർക്ക് നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ അവരുടെ ദുരിത ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി പോകുന്നതുമായിരിക്കും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതെല്ലാം മാറി ഇവർക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത്. ഇവർ നേടണമെന്ന് ആഗ്രഹിച്ചിരുന്നതെല്ലാം ഇനി ഇവർക്ക് നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇവർക്ക് ഇത്ര നാളുണ്ടായിരുന്ന എല്ലാ ഘടകങ്ങളും വീട്ടാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഇവർക്ക് ധനപരമായി ഒത്തിരി നേട്ടങ്ങളും ഈ വരാൻ പോകുന്ന മാസം വന്നു ചേരുന്നതായിരിക്കും. ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ വഴികളും ഭഗവാൻ ഇവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്നതുമായിരിക്കും. എല്ലാവരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് നാളെ മുതൽ, അതായത് 2024 ഡിസംബർ 1 മുതൽ വരാനിരിക്കുന്നത്. ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാരും അവരുടെ ഇഷ്ടദൈവത്തെ വിളിച്ച് നന്നായി പ്രാർത്ഥിക്കുകയും കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇനി നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ഇവർക്ക് ഒത്തിരി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമാണ് ഇനി വരാനിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി സന്തോഷം അനുഭവിക്കാനുള്ള യോഗമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇത്ര നാൾ അനുഭവിച്ചിരുന്ന എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി സന്തോഷവും സൗഭാഗ്യവും വന്നു ചേരുന്നതാണ്. ഇവരുടെ തൊഴിൽപരമായ പ്രശ്നങ്ങളെല്ലാം മാറി തൊഴിലിൽ അഭിവൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് രോഹിണിയാണ്. ഇവർക്ക് വരാനിരിക്കുന്നതും ഒത്തിരി സൗഭാഗ്യങ്ങളാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കടങ്ങളെല്ലാം കൊടുത്തു തീർത്ത് ഇവർക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് പുണർദമാണ്. ഇവരുടെ എല്ലാ കടബാധ്യതകളും പ്രശ്നങ്ങളും മാറി കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ലൊരു ഐക്യവും വന്നു ചേരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് ആയില്യമാണ്. ഇവരെ സംബന്ധിച്ച് എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഇവർക്ക് സമ്പത്തും ഐശ്വര്യവും വന്നു നിറയുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് മകമാണ്. ഇവരെ സംബന്ധിച്ച് ഇത്രയും നാളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന്, അതായത് ബന്ധുക്കളിൽ നിന്നെല്ലാം ഇവർക്ക് ഇനി സഹായങ്ങൾ ലഭിക്കുന്നതിനും യോഗം കാണുന്നു. അതുകൂടാതെ ഇവർക്ക് തൊഴിൽ നല്ല അഭിവൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് ഉത്രമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വൻ സാമ്പത്തിക നേട്ടങ്ങളാണ് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം നിങ്ങളെ തേടി ഇനി ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് അത്തമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നല്ല ഐക്യവും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും. നിങ്ങളുടെ കടബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുന്നതുമായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് ചോതിയാണ്. ഇത്രനാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇവരെ വിട്ട് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൂടാതെ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കടബാധ്യതകളും ഇവർക്ക് കൊടുത്തു തീർക്കാനും പറ്റുന്നതായിരിക്കും. അതിനെല്ലാമുള്ള വഴി ദൈവം ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നതുമായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് വിശാഖമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഉയർച്ചയുടെ കാലഘട്ടമാണ്. ഇത്ര നാളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും എല്ലാം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. ഇവരുടെ കടവും ബാധ്യതകളും എല്ലാം കൊടുത്തു വീട്ടാൻ പറ്റുന്നതായിരിക്കും. ഇവരെ വിട്ടു പോയിട്ടുള്ള ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും വീണ്ടും ഇവരിലേക്ക് തന്നെ വന്നു ചേരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം വരുന്നത് തൃക്കേട്ടയാണ്. ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും മാറുന്നതായിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ജീവിതത്തിൽ നല്ലൊരു ഐക്യവും വന്നു ചേരുന്നതായിരിക്കും. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നാളെ മുതൽ, അതായത് 2024 ഡിസംബർ 1 മുതൽ വരാനിരിക്കുന്നത് അതീവ സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടൊഴിഞ്ഞു പോകുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ അവരെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉചിതമായിരിക്കും.
ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.